ഞാൻ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. തൊപ്പി പേഴ്സണലി എൻ്റെ നല്ല സുഹൃത്താണ്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെയൊക്കെ പലവട്ടം എന്നെ ലൈവിനൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയുന്ന തൊപ്പി എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് തൊപ്പി ബൈസെക്ഷലാണെന്ന രീതിയിൽ. ദുബായിൽ ഞാൻ ഇവിടെ നല്ല ലക്ഷറായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും ദുബായിൽ നല്ല കാട്ട പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പണി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഇവിടെ ഉണ്ടാവും. നമ്മുടെ മക്കളെയും ഭാര്യനെയും മക്കളെയൊക്കെ നോക്കി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നതുകൊണ്ടാണ് ഈ ലഹരി അതേപോലെ ലൈംഗിക രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സിറിഞ്ച് വെച്ചിട്ട് ലഹരി, പെരുമ്പാവൂര്. അപ്പൊ അതൊക്കെ നമ്മുടെ നാടിന് ഭയങ്കര ഒരു ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ ക്ലീൻ നല്ല ആൾക്കാരെ മാത്രം എടുക്കുക. അതായത് ഇപ്പോൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയോ? അപ്പോൾ പാസ്പോർട്ട് നമ്മൾ എമിഗ്രേഷൻ ടെസ്റ്റും അതുപോലെ ടെസ്റ്റ് ചെയ്ത് ഒരു അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാന്നുള്ളവരെ മാത്രം നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടുവരണം. സ്വഭാവമല്ല, ഈ എല്ലാണ്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് നിൽക്കണ്ട, അതൊക്കെ പല ലൈംഗിക രോഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇത് എല്ലാം ചെയ്തിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞിരുന്നോ? ഞാൻ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. തൊപ്പി പേഴ്സണലി എൻ്റെ നല്ല സുഹൃത്താണ്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെയൊക്കെ പലവട്ടം എന്നെ ലൈവിനൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പല തിരക്കുകളായിട്ടും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ എനിക്കറിയില്ല, ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. തെറ്റായ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോസും കാര്യങ്ങളും പിന്നെ പല ലഹരി വസ്തുക്കളൊക്കെ തൊപ്പിന്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടു അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് പറഞ്ഞല്ല, അങ്ങനെയൊക്കെ 18 വയസ്സാവാത്ത കുട്ടികളെ അതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതെ, അതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഈ ലഹരി വസ്തുക്കൾ എടുത്ത് കാണിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് നിയമം അത് മുന്നോട്ട് പോയിക്കോളും. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കറിയുന്ന തൊപ്പി എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ അവരെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റ് തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് ഇടപെട്ട് അത് ക്ലിയർ ആക്കണം എന്ന്. കാരണം അവർ തന്നെ പറയുന്നുണ്ട് ലഹരി യൂസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ലഹരി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ അത് വലിയ പ്രചോദനം. കാരണം തൊപ്പിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ വളാഞ്ചേരിയിൽ ഒരു ഇനാഗുറേഷൻ തന്നത് ഏറ്റവും കൂടുതൽ വന്നിരുന്ന കുഞ്ഞു കുട്ടികളായിരുന്നു തൊപ്പിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരാൾ അഡോപ്റ്റ് ചെയ്യണ പോലെ തോന്നും. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര കുട്ടികളെ ഇൻഫ്ലുവൻസ് ആവുന്നതിലാണ് വിഷമം. അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും എനിക്കറിയില്ല, അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. നല്ല രീതിയിൽ ഇങ്ങനെ ഗ്രാഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാര്യങ്ങളും നല്ല ഇനാഗുറേഷൻസും നല്ല ഇതൊക്കെ ആയിട്ട് നല്ല ബിസിനസ് ടൂറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ഗ്രാഫ് ഇങ്ങനെ ഡൗൺ ആയത്. അതിൽ പല ഇൻഫ്ലുവൻസേഴ്സും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നല്ലേ പറയണേ. പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞു കുണ്ടന്മാരായിരുന്നു എന്നുള്ളൊരു സംഭവം എന്താ പറയുന്നുണ്ട്. കാരണം അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പം ഇവരിങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അതൊക്കെ ഒരാളെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ അതായത് തൊപ്പി ബൈസെക്ഷലാണെന്ന രീതിയിൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഒരാളുടെ സ്വകാര്യതയാണ്, എങ്ങനെയാണ് അയാളുടെ തമ്മിലുള്ള സെക്സും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കാം. അല്ലാണ്ട് ഈ രീതിയിലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരത് നല്ല രീതിയിൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇപ്പം ആൾക്കാരുടെ ഭാഗത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ശത്രുത ഉള്ളതുകൊണ്ട് നമ്മൾ ഏതാണ് സത്യം ഏതാണ് നോണാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൊപ്പി പറയുന്നത് അത് AI വെച്ചുണ്ടാക്കിയ വീഡിയോ ആണ്, ഇവർ പറയുന്നത് ഒറിജിനൽ വീഡിയോ. അപ്പോൾ അതൊക്കെ പോലീസ് തെളിയിക്കട്ടെ. പക്ഷേ മലയാളികൾ ചോറ് തിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് ബാക്കിയുള്ളത് പോലീസ് ചോറല്ലേ കഴിക്കുന്നത്, അവരത് ഇതാക്കട്ടെ, തെളിയിക്കട്ടെ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ യൂസ് ചെയ്യുന്നത് എങ്ങനെ? വാർത്ത ഞാൻ കണ്ടു, യൂസ് ചെയ്ത് ഗർഭിണിയാക്കി എന്നുള്ളത് അല്ലേ. അങ്ങനത്തെ ഒരു ന്യൂസ് ഞാനും ഇതേപോലെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് മുഖേനയാണ് ഞാൻ കണ്ടത്, ഞാനും അത് കേട്ടത്. നമ്മുടെ നാടെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ റെസ്പെക്റ്റ് കൊടുത്ത് വളരെ നിയമം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതിനുള്ള നിയമ നടപടികൾ പോലീസ് തന്നെ എടുക്കട്ടെ എന്നുള്ളൊരു. ജാസിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ തൊപ്പി, അപ്പം അന്വേഷണം ജാസിയുടെ ഭാഗത്തേക്കൊക്കെ വരുന്ന ഞാൻ എന്ത് ചെയ്യും? അല്ല, എന്നെ അന്വേഷിക്കുന്ന കാര്യമില്ല. കാരണം ഒന്നാമത് തൊപ്പിനെ ഞാൻ ഫ്രണ്ടാണ്. തൊപ്പിനെ ഞാൻ ഒരു വട്ടം മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. കോളിംഗ് ഉണ്ടായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞങ്ങൾ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയുള്ള സുഹൃത്ത് ബന്ധമാണ്. പക്ഷേ എങ്കിൽ പോലും എനിക്കറിയുന്ന ഒരു തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല ഒരു ആളാണ്. എനിക്ക് കാണിക്കുന്നത് പോലെ എല്ലാ രീതിയിലൊന്നും